കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം വിതരണം ചെയ്തു തുടങ്ങി. ശമ്പളം നൽകുന്നതിനായി സർക്കാർ നൽകുന്ന ആദ്യ ഗഡുവായ 30 കോടി രൂപ കെ.എസ്.ആർ.ടി.സിക്ക് ലഭിച്ചു. സലിം മാലിക് ഒരുങ്ങൾ ചെയ്യുന്നു. സലിം, നമ്മൾ കാണുന്ന കെ.എസ്.ആർ.ടി.സി ജീവനക്കാരൊക്കെ സാറേ ഈ വിഷയം ഒന്ന് ടേക്കപ്പ് ചെയ്യണേ എന്ന് വളരെ സജീവമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഇത് താൽക്കാലിക ആശ്വാസം. സലിം. ഹാഷ്മി, തീർച്ചയായും കെ.എസ്.ആർ.ടി.സി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസമെന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ചും കഴിഞ്ഞ ഏറെക്കാലമായി കെ.എസ്.ആർ.ടി.സിയിലെ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ടായിരുന്നില്ല വിതരണം ചെയ്തത്. മാത്രമല്ല കെ.എസ്.ആർ.ടി.സിയിലെ ജീവനക്കാർക്ക് മാത്രം ഗഡുക്കളായി ശമ്പളം നൽകുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നുള്ളത് മുൻപ് പലതവണ ജീവനക്കാർ ആവശ്യപ്പെട്ടതുമാണ്. എന്തായാലും ഈ മാസം അതിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതൽ കെ.എസ്.ആർ.ടി.സിയിലെ ശമ്പള വിതരണം ആരംഭിച്ചു. അത് ഗഡുക്കളായി വിതരണം ചെയ്യുകയല്ല, ഒറ്റത്തവണ തന്നെ ഈ മാസത്തെ ശമ്പളം വിതരണം ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആദ്യ ഗഡുവെന്നോണം ധനവകുപ്പിൽ നിന്ന് പണം അനുവദിച്ചു. ആ പണത്തിനൊപ്പം തന്നെ കെ.എസ്.ആർ.ടി.സിയിൽ ഡീസൽ അടിക്കുന്നതിനുൾപ്പെടെ വിനിയോഗിക്കേണ്ട പണം ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റത്തവണയായി ശമ്പളം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഇന്ന് രാവിലെ 10 മണി മുതൽ തന്നെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ഹാഷ്മി, സർക്കാർ നൽകുന്ന ആദ്യ ഗഡു 30 കോടി കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് നൽകി തുടങ്ങി. ഒറ്റത്തവണയാണ് ശമ്പളം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. കെ.എസ്.ആർ.ടി.സി ജീവനക്കാരുടെ ഈ പറഞ്ഞ ശമ്പള പ്രതിസന്ധി ഇപ്പോഴും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല, ദീർഘനാളായി തുടങ്ങിയതാണ്. അതങ്ങനെ തുടരുകയും ചെയ്യുന്നുണ്ട്. വല്ലാത്ത ഗതികളിലേക്ക് കാര്യങ്ങൾ പോവുകയും ജസ്റ്റ് ഒരു സമാധാനം എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിൽ കുറച്ച് ശമ്പളം കിട്ടുകയും ചെയ്യും. അത് വീണ്ടും അതേ മട്ടിൽ തന്നെ തുടരുകയാണ്. എന്തായാലും അത്രയും സന്തോഷം.